അവൾക്ക് പറയാനുള്ളത് അവനോട് പറയട്ടെ. അതിനുള്ള സ്വാതന്ത്ര്യം അമ്മൂനുണ്ട്. നിങ്ങളൊരു വാക്ക് ആ മുറിയുടെ മുന്നിൽ ചെന്നൊന്ന് പറഞ്ഞാ മതി. അമ്മയൊന്ന് വാതിൽ തുറക്കാൻ, അച്ഛന് വേണ്ടി ബലികർമ്മം ചെയ്യാന്നും ഒന്ന് ചെന്ന് പറ. അമ്മ വാതിൽ തുറക്കട്ടെ. എന്നെ ശരിയും തെറ്റി പഠിപ്പിക്കാൻ നീ ആടി. എന്നോട് പറയാൻ ഞാൻ എന്തെങ്കിലും അവകാശം നിനക്ക് തന്നിട്ടുണ്ടോ? ഉണ്ടോന്ന്? മിടുക്കൻ, അങ്ങനെ തന്നെ വേണം. ശ്രീദേവി ഇവിടെ ഉള്ളവരും അവളെ എടുത്ത് തലയിൽ വെച്ചിട്ടല്ലേ അവന്റെ മുന്നിൽ നിന്ന് ഇത്രയൊക്കെ സംസാരിക്കാനുള്ള തന്റെ അവൾക്കുണ്ടായത്. അവളുടെ നിൽപ്പുണ്ടോ രുദ്രയെ പോലെ. സ്വാതി, സ്വാതി, വല്യേച്ചിയുടെ മോള് ഇനി എന്താ പറയുന്നെന്ന് കേൾക്കാം. എന്തായാലും അവള് സഞ്ജുവിന്റെ ഭാഗം പിടിക്കുന്നു തോന്നുന്നില്ല. എന്താ അമ്മു, എന്തു പറ്റി? നീ എന്തെങ്കിലും നിൽക്കുന്ന? സഞ്ജു, ഇവിടെ എന്താ സംഭവിച്ച? എന്നെ ശാസിക്കാനെ തിരുത്താൻ ഇവളാരാ? എനിക്കത് ഇപ്പൊ അറിയണം. നിനക്ക് ഇവള് പ്രിയപ്പെട്ടവളായിരിക്കാം, എനിക്കങ്ങനെയല്ല. സഞ്ജു ഇതെങ്ങനെ പറയാനാകുന്നു? നിന്റെ അനിയത്തി എന്ന പരിഗണന ഒന്നുകൊണ്ട് മാത്രമാ ഞാൻ ഇത്രയും നേരം കൺട്രോൾ ചെയ്തത്. എന്റെ അച്ഛന് വേണ്ടി ബലി ഇടുന്നതും ഇടാത്തതും എന്റെ കാര്യം. മംഗലശ്ശേരി കുടുംബകാര്യങ്ങളിൽ കയറി തലയിടാൻ ഇവൾക്ക് ആരും അധികാരം കൊടുത്തിട്ടില്ല. അതൊന്നും നീ പറഞ്ഞ് മനസ്സിലാക്കിവളെ. അവളൊന്ന് വാ തുറന്നാൽ തീരാവുന്നതുള്ളൂ മോനെ നിന്റെ ഈ ശൗര്യം. ഇപ്പോഴും അവൻ എന്റെ മരുമകനായത്. എന്തിനാ മോളെ നീ ഈ കാര്യം പറഞ്ഞ് സഞ്ജുവിന്റെ അടുത്ത് വന്നത്? നിന്റെ നല്ല മനസ്സ് കാണാൻ ഇവിടെ ആരുമില്ല മോളെ. സഞ്ജു, നന്നായിട്ടുണ്ട്. വേലക്കാരിയെ നിർത്തേണ്ടടുത്ത് നിർത്തണം. മനുഷ്യനൊരു മനസ്സുണ്ടെന്നും അത് വേദനിക്കുന്നതാണെന്നും എനിക്ക് മനസ്സിലാക്കി തന്നത് അവളാ. നീ ചെയ്തത് തെറ്റോ ശരിയോ എന്ന് പറയാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല മോനെ. കൊണ്ടു നടന്നോ നീ അവളെ? അവന്റെ സ്വകാര്യതയിലാ അവള് കടന്നു കയറിയത്. ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനമായി. അവനെ അസലൊരു ആൺകുട്ടിയാ. അമ്മ എന്നോടത് പറഞ്ഞത് ശ്രീദേവിയുടെ ആരോഗ്യനില ഓർത്ത്. അതിനവളെ വഴക്ക് പറയുകയായിരുന്നില്ല വേണ്ടത്. ക്ഷമിച്ചു കളയാമായിരുന്നു മോനെ. സഞ്ജു അമ്മൂനോട് കാണിച്ചത് ഒട്ടും ശരിയായില്ല. അവളുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ ആരും അത് പറയാത്തത് സഞ്ജുവിന്റെ ദേഷ്യം കൂടുമെന്ന് കരുതിയ. അവളെ വീടിനു വേണ്ടി മാത്രം ജീവിക്കുന്ന കുട്ടിയല്ലേ മോനെ. ബന്ധുവെന്ന് പറയാനേ അവക്ക് ആരുമില്ല. അമ്മു ഈ വീട്ടിൽ ആരുമല്ലെന്ന് അമ്മ പറയരുത്. പിന്നെ ആരാ അവള്? പറയാൻ പഠിക്കണ്ട. അവൾ ആരുമല്ലെങ്കിൽ അവൾ ഇവിടുന്ന് പോയപ്പോ എല്ലാവരും എന്താ ഭക്ഷണം പോലും കഴിക്കാതെ കഴിച്ചു കൂട്ടിയത്? ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതാ. അല്ല, എന്ന് തുടങ്ങി ദിനേശന് അമ്മുവിനോടുള്ള സ്നേഹം? അല്ല ദിനേശ, എനിക്കതൊന്ന് അറിഞ്ഞാ കൊള്ളാവുന്നുണ്ട്. എന്താ കഥ? ദിനേശിന് വല്ല മാറ്റവും വന്നോ? ഇന്നലെ വരെ ഈ വീട്ടിൽ നിന്ന് അമ്മുനെ ഒഴിവാക്കി വിടാൻ നിന്ന ആളാ ദിനേശൻ. അതെ, ഞാനത് സമ്മതിക്കുന്നു. അവളെ തിരിച്ചറിയാൻ ഞാൻ അല്പം വൈകിപ്പോയി. എനിക്ക് വന്ന മാറ്റം ഞാൻ വിശദീകരിക്കണമെങ്കിൽ കുംഭസാരം പോലെ ഞാൻ പലതും പറയേണ്ടി വരും.
അത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. ഇനി അതേപ്പറ്റി ഒരു സംസാരം ഇവിടെ വേണ്ട. അമ്മു ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടു. എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം അറിഞ്ഞു വെച്ച് ഉപദേശിക്കാൻ വന്നാൽ ഒരു പരിധിവരെ ഞാൻ സഹിക്കും. അതേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ. എല്ലാവരും കൂടി ആ പെണ്ണിനെ വളം വെച്ച് കൊടുത്തതിന്റെ ഫലമാ ഇപ്പൊ ഇവിടെ ഉള്ളവർ അനുഭവിക്കുന്നത്. അവൾ ഈ വീട് ഭരിക്കാൻ തുടങ്ങി. ഇറങ്ങിപ്പോയവളുടെ പിന്നാലെ സഞ്ജുവിനെ അയച്ചത് നിങ്ങളെല്ലാരും കൂടിയല്ലേ? വീട്ടുകാരുടെ സന്തോഷത്തിന് വേണ്ടി സഞ്ജുവിനെ പോലൊരു ചെറുപ്പക്കാരനെ കൊണ്ട് ആ പെണ്ണിനെ കാല് പിടിപ്പിച്ചില്ലേ? ഇത്രയൊക്കെ വേണമായിരുന്നോ അച്ഛ? എന്റെ മോൾക്കോ വിവരമില്ല. അച്ഛനോ ഭക്ഷണവും മരുന്നും വേണ്ടാന്ന് വെച്ച് അച്ഛൻ ഒരേ കിടപ്പ് കിടന്നില്ലേ? കണ്ടില്ലേ, ദിനേശൻ പോലും ഇപ്പൊ അവളുടെ പക്ഷത്തായി. അവക്ക് വേണ്ടി വാദിക്കുന്നു. ഇനി ഞാനും കവിതയും കൂടി ഉള്ളു അവൾക്ക് മുന്നിൽ കീഴടങ്ങാൻ. ഈ പോക്കത്ര നല്ലതിനല്ല. ഇനിയെങ്കിലും നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക. അന്തസ്സും ആഭിജാത്യം ഉള്ള ഒരു തറവാടല്ലേ ഇത്? എവിടെ നിന്നോ കേറി വന്നൊരു പെണ്ണല്ല ഈ കുടുംബത്തിന്റെ ചക്രം തിരിക്കേണ്ടത്. കുടുംബനാഥൻ പോലും ആ പെണ്ണിന്റെ മുന്നിൽ കളിക്കൂട്ടുകാരനായി നിന്നാ എന്തു ചെയ്യും? മോനെ, നിനക്കൊരു വ്യക്തിത്വം ഉള്ളതുകൊണ്ട് അവളെ അടിച്ചൊതുക്കി. നിന്റെ മുന്നിൽ ശ്രീകുട്ടി പോലും നാവടക്കി. നീ ഇന്നിത് ചെയ്തില്ലായിരുന്നെങ്കിൽ നാളെ നിന്റെ മേലും അവൾ അധികാരം സ്ഥാപിക്കാൻ വരും. വർക്ക് സൈറ്റിൽ വന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതിന്റെ പേരില നിന്നോട് അവള് കൽപ്പനയുമായിട്ട് വന്നത്. ഇനി ഞാനിവിടെ നിന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ശ്രീദേവിയുടെ അവസ്ഥ അറിഞ്ഞ് സങ്കടം കൊണ്ട് അമ്മു പറഞ്ഞു പോയതാ. അതിന് വലിയ ചിത്രയ്ക്ക് കടത്തി പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ആരെയും അമ്മു മയക്കം എടുത്തിട്ടില്ല. ആളെ മയക്കാൻ അവൾക്ക് അറിയത്തുമില്ല. മുറ്റത്തെ മുല്ലയുടെ മണം ആരും അറിയാറില്ലല്ലോ. കണ്ടോ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടും അവളെ പിന്തുണയ്ക്കാൻ ഈ വീട്ടിൽ ആൾക്കാരുണ്ട്. സഞ്ജുവിനോട് ബലിയിടാൻ പറയാൻ അവൾ ആരാടി? അവന്റെ ഭാര്യയോ? അവളെ ഭാര്യയായി കിട്ടാൻ പുണ്യം ചെയ്യണം. ഓഹോ, എങ്കിൽ ആ പുണ്യം ചെയ്തവൻ എവിടെ? താലി കെട്ടിയ ഉടൻ അവൻ കൈ ഒഴിഞ്ഞത് അവളുടെ മഹത്വം കൊണ്ടായിരിക്കും. അത് അവൻ അവളെ ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ട്. ദിനേശ് ഏട്ടൻ ഇനിയൊരു അക്ഷരം മിണ്ടരുത്. കഴിഞ്ഞുപോയ വർഷങ്ങളിലെല്ലാം ഈ ദിവസം അമ്മ റൂമിൽ തന്നെയാ കഴിച്ചുകൂട്ടിയത്. അമ്മ ആഗ്രഹിക്കുന്നതോ അതാ. ഇന്നും അമ്മയുടെ ലോകത്ത് വിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാവേരി അപ്പച്ച അസുഖത്തെപ്പറ്റി പറഞ്ഞല്ലോ. അന്നും അമ്മയ്ക്ക് ഇപ്പോഴുണ്ടായിരുന്നതിനേക്കാൾ കടുത്ത രോഗബാധ ഉണ്ടായിരുന്നു. അതിന്റെ പേര് പറഞ്ഞ് ആരും അമ്മയെ പുറത്തിറക്കാൻ നോക്കണ്ട. ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല. അച്ഛന്റെ ഓർമ്മ ദിവസം ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന തോന്നൽ ആർക്കും വേണ്ട. നിങ്ങളൊക്കെ ആത്മശാന്തിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ. പിണ്ടച്ചോറ് കാക്കയ്ക്കും പട്ടിക്കും കഴിക്കാൻ കൊടുക്കുന്നതിനേക്കാൾ മഹത്തരവാ വിശക്കുന്നവനും 3 നേരം ഭക്ഷണം കൊടുക്കുന്നത്. അതിന്റെ കൂടെ ധരിക്കാൻ പുത്തൻ കോടിയും ഞാൻ നൽകുന്നുണ്ട്.
അച്ഛന്റെ ആത്മശാന്തിക്ക് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? എന്റെ വിശ്വാസം അതാ. വിശ്വാസമില്ലാതെ ചെയ്യുന്നത് എന്തും അഭിനയം മാത്രമാണെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. എന്നെ തിരുത്താൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ ദിവസം അമ്മ പുറത്തു വരണം. ഈ വിഷയം ഇന്നെന്നല്ല, ഇനി ഒരിക്കലും ആരും ഇവിടെ ചർച്ച ചെയ്യരുത്. വരൂ. കേട്ടല്ലോ മോൻ പറഞ്ഞത്. ആത്മശാന്തിക്ക് വെച്ച് പിടിച്ചോ അനാഥാലയത്തിലേക്ക്. നിങ്ങൾ അർഹിക്കുന്നത് അത് തന്നെയാ. അമ്മേ, വാതിലൊന്ന് തുറക്കമ്മേ. അമ്മേ, വാതിലൊന്ന് തുറക്കമ്മേ. അമ്മുവാ പറയുന്നത്. അമ്മ വാതിൽ തുറക്ക്. അമ്മയ്ക്ക് സുഖമില്ലാത്തതാ. മുറി അടച്ച അമ്മ ഇരിക്കരുത്. വാതിൽ തുറക്കമ്മേ. അമ്മ എന്നോട് മിണ്ടാതിരിക്കാൻ ഞാൻ എന്ത് തെറ്റ അമ്മയോട് ചെയ്തേ? അമ്മ തന്നെയല്ലേ പറഞ്ഞ് അമ്മൂമ്മയുടെ സ്വന്തം മോളാന്ന്? സ്വന്തം മോള് വിളിച്ച അമ്മ വാതിൽ തുറക്കില്ലേ? അമ്മേ, അമ്മേ, എന്തിനാ ഞാൻ അമ്മയുടെ മോളാന്ന് പറഞ്ഞത്? അമ്മ വെറുതെ പറഞ്ഞതാണോ? അമ്മ പ്രസവിച്ച അമ്മയുടെ സ്വന്തം മോളാണ് വന്ന് വിളിച്ചതെങ്കിൽ അമ്മ വാതിൽ അടച്ചിരിക്കോ? ഞാൻ എന്റെ അമ്മയെ കണ്ടിട്ടില്ല. എന്റെ മനസ്സിൽ ഞാൻ കൊണ്ടു നടന്ന എന്നെ പ്രസവിച്ച അമ്മയുടെ മുഖമായിരുന്നു അമ്മയ്ക്ക്. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ അമ്മയുടെ മോളെന്ന് ഭംഗിവാക്ക് പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അമ്മയുടെ ആരുമല്ല. അമ്മു, സഞ്ജു അവള് ഹൃദയം പൊട്ടി കരയുന്നത് കണ്ടില്ല? അവൾക്ക് ഹൃദയം പൊട്ടി കരയാൻ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അമ്മയിൽ അവൾക്കുള്ള വിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കൊന്ന് കാണണം. അമ്മ ഇന്ന് പുറത്തു വാ. അച്ഛന്റെ ചടങ്ങുകള് അമ്മയുടെ മോൻ ചെയ്യും. അമ്മ മുറി അടച്ചിരുന്നിട്ടാ ചടങ്ങുകൾ നടന്നു കാണാൻ അമ്മ ആഗ്രഹിക്കുന്നില്ല എന്ന് അമ്മയുടെ മോൻ കരുതുന്ന. എന്തിനാ അമ്മോ ശ്രീദേവിയുടെ മുറിയുടെ വാതിൽക്ക വന്നു നിന്ന് കരയുന്നേ? അതെന്തിനാണെന്ന് ഇനിയും നിനക്ക് മനസ്സിലായില്ലേ? അയ്യോ, ശ്രീദേവിയെ കൊണ്ട് വാതിൽ തുറപ്പിക്കാനാ അവൾ ഈ പുതിയ നാടകം കളിക്കുന്നേ. തികഞ്ഞ ധിക്കാരമല്ലേ ഇത്? വാതിൽ അല്പെങ്കിലും തുറക്കമ്മേ. ഞാൻ അമ്മയൊന്ന് കണ്ടോട്ടെ. കണ്ടു നിൽക്കാൻ കഴിയുന്നില്ലോ ദൈവമേ. അവളെ പിടിച്ചു മാറ്റി ശ്രീകുട്ടി. ആരും ഒന്നിനും പോവരുത്. നാണം കെട്ട് പോവെന്ന് മനസ്സിലായപ്പം അവളുടെ പുതിയ അടവാ. അവള് തല തലക്കേറി മരിച്ചു വീഴുന്നത് അമ്മയ്ക്ക് കാണണമല്ല. എന്നെ വീട് സഞ്ജു. അവളുടെ അടുത്തേക്ക് പോവാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. ഇത് എന്റെയും കൂടി അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എല്ലാം അവസാനിപ്പിച്ചു പോവാൻ ഞാൻ അവളോട് പറഞ്ഞതാ. എന്റെ വാക്ക് ചെവികൊള്ളാൻ
അവള് തയ്യാറായില്ല. ശ്രീദേവിക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന പേടിയാ മോളെ അവൾക്ക്. വാതിലടച്ചിരിക്കുന്നത് എന്റെ അമ്മയാ, അല്ലാതെ അവളുടെ അമ്മയല്ല. അവളെ എന്റെ അമ്മയെ അമ്മയെന്ന് വിളിച്ച അവളുടെ അമ്മയാവോ? അമ്മയ്ക്ക് സ്വൈര്യക്കേടുണ്ടാക്കാൻ അവള് ശ്രമിക്കുന്നത്. അതിനാര് ശ്രമിച്ചാലും ക്ഷമിക്കില്ലെന്ന് ഞാൻ പറഞ്ഞതാ. അമ്മയ്ക്ക് ഞാൻ ആരുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഒരല്പ സ്നേഹം അമ്മയ്ക്ക് എന്നോട് ഉണ്ടായിരുന്നെങ്കിൽ അമ്മ വാതിൽ തുറന്നേനെ. ഞാൻ തോറ്റുപോയി. എന്തിനാ നീ സഞ്ജുവിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അമ്മൂന് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാൻ വിളിച്ച അമ്മ വാതിൽ തുറക്കുന്ന ഞാൻ കരുതിപ്പോയി ചേച്ചി. എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഞാൻ ആരുമല്ലെന്ന്. അവക്ക് അർഹിച്ചത് കിട്ടി. ഇനി അമ്മയുടെയും മകളുടെയും നാടകം കാണണ്ടല്ലോ. മോളെ, ഈ ദിവസം സഞ്ജു വിളിച്ചാൽ പോലും ശ്രീദേവി വാതിൽ തുറക്കില്ല. എന്തിനാ നീ അതിന് ശ്രമിച്ചത്? ശ്രീകുട്ടി, നീ ഇവളെ റൂമിലേക്ക് കൊണ്ടുപോ. ശ്രീദേവിയുടെ മുറിക്ക് മുന്നിൽ ആരും നിൽക്കണ്ട. മുത്തശ്ശൻ പൊയ്ക്കോ, ഞാൻ അമ്മൂനെ നോക്കിക്കോളാം. ചേച്ചി, എല്ലാരും പോയേ. ആ, ചേച്ചി, നീ ഈ കാട്ടിക്കൂട്ടിയതൊക്കെ ശ്രീദേവിയെ പുറത്തു കൊണ്ടുവരാനെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതിന്റെ പിന്നിൽ നിനക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. സഞ്ജുവിനെ കൊണ്ട് അവന്റെ അച്ഛന്റെ ബലി നടത്തണം. സഞ്ജുവിന്റെ അമ്മ പുറത്തു വന്നു വെച്ച് സഞ്ജു ബലിയിടുന്ന ഇളയമ്മയോട് ആരാ പറഞ്ഞത്? ഇവള് വിളിച്ചു പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ? അമ്മ പുറത്തു വന്നാൽ അമ്മയുടെ മോൻ അച്ഛന് ബലിയിടുമെന്ന്. അതെ, നിന്നെക്കാൾ ബുദ്ധി ഇവൾക്കുണ്ട്. ബലി മുടങ്ങിയതിന്റെ അന്ന് തുടങ്ങിയതാ ഓരോ ആണ്ടും ഈ ദിവസം ശ്രീദേവിയുടെ മുറി അടച്ചുള്ള ഈ ഇരിപ്പ്. അതാ അമ്മ ആഗ്രഹിക്കുന്നതെന്ന് അവനും കരുതി. നിന്റെ കളിയൊന്നും ഇവിടെ വില പോയില്ലടി. ശ്രീദേവി നിനക്ക് ഒരു പരിഗണനയും തന്നിട്ടില്ലെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ? ഇനി എങ്ങനെ നീ ഈ വീട്ടിൽ നിൽക്കുമെന്നുള്ള കാര്യമേ എനിക്കറിയാനുള്ളൂ. ഇതൊന്നും വേണ്ടായിരുന്നു അമ്മു. സഞ്ജുവിനും അമ്മയ്ക്കും താല്പര്യമില്ലാത്ത കാര്യത്തിന് നീ എന്തിനു തലവെക്കാൻ പോയി? നിന്നോടുണ്ടായിരുന്ന എല്ലാ സ്നേഹവും സഞ്ജുവിന്റെ മനസ്സിൽ നിന്ന് പോയി. കവിതയുടെ അമ്മയ്ക്കും എന്റെ അമ്മയ്ക്കും അടിക്കാൻ ഒരു വടി നീ തന്നെ കൊടുത്തു. ഒന്നും വേണ്ടായിരുന്നു മോളെ. എനിക്കെല്ലാം മനസ്സിലായി ചേച്ചി. നെഞ്ചു പൊട്ടി കരഞ്ഞു വിളിച്ചിട്ടും അമ്മ വാതിൽ തുറന്നില്ല. അമ്മയുടെ മകൻ പറഞ്ഞതുപോലെ ഈ ദിവസം അദ്ദേഹത്തിന്റെ അമ്മയെ ഞാൻ ശല്യപ്പെടുത്തി.
എനിക്ക് വലിയൊരു തെറ്റ് പറ്റിപ്പോയി. ചേച്ചിയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു.